മാഷെ, ഈ സയ്യദ് ഖുതുബും ഹസനുൽ ബന്നയും ഇത് ഒരു മുസ്ലിം ബ്രദർഹുഡ് അത് സ്ഥാപിച്ചവരാണ് ഇവർ രണ്ടുപേരും. ഇതൊരു നിരോധിത സംഘടനയാണ്. ഈ സംഘടനയുടെ നേതാക്കളെ ചിത്രങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വിഭാഗമായ സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായ SIOയും വഖഫ് ബില്ലിനെതിരെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു മാർച്ച് നടത്തി. ഈ മാർച്ച് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. അപ്പോൾ ഇതിനെതിരെ KT ജലീൽ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ജലീൽ ചോദിക്കുന്നത്, ഇത് മുസ്ലിം ലീഗ് ഇത് കാണണം, എന്നിട്ട് ഇത് തിരുത്തണം. കാരണം സൗദിയിലോ UAEയിലോ മറ്റേതെങ്കിലും മുസ്ലിം രാജ്യത്താണെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് സമരം ചെയ്യാൻ കഴിയുമോ? ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് പാസ്സാക്കിയ ഒരു ബില്ലിനെതിരെയാണ് ഇത്രത്തോളം നിറകേട് കാണിക്കുന്നത്. ഇത് ശരിയാണോ എന്നാണ്. എന്താണ് ജലീൽ പെട്ടെന്ന് ഈ വഖഫിന് അനുകൂലമായി നിന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അല്ല, വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് ജലീൽ സംസാരിച്ച് നമ്മൾ കണക്കാക്കേണ്ടതില്ല. പകരം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ, രാജ്യസഭയും ലോകസഭയും പാസ്സാക്കിയ ഒരു ബില്ലിനെതിരെ നമുക്ക് പ്രതിഷേധിക്കാം. പക്ഷേ ആ പ്രതിഷേധം ജനാധിപത്യപരമായിരിക്കും. അതുപോലെ തന്നെ ആ ബില്ലിൽ അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് നീങ്ങാം, കോടതിയെ സമീപിക്കാം. ഇതെല്ലാം നമ്മുടെ ജനാധിപത്യ കീഴ്വഴക്കങ്ങളുടെ ഭാഗമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് മാറിയാൽ അത് എതിർക്കേണ്ടത് ആവശ്യമാണ്. ആ രീതിയിലായിരിക്കണം ജലീൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ജലീലിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ SIOയും അതേപോലെ സോളിഡാരിറ്റിയും സംഘടിതമായിട്ട് നടത്തിയ മാർച്ച് ഒരു പരിധിവരെ അക്രമോത്സുക സ്വഭാവം കാണിക്കുന്ന തരത്തിൽ മാറിയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ആര് നടത്തുന്ന മാർച്ചായാലും, അത് SIO നടത്തിയാലും സോളിഡാരിറ്റി നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും CPM നടത്തിയാലും BJP നടത്തിയാലും ആര് നടത്തിയാലും അത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ കശവിശ ഉണ്ടാക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പൊതുബോധം. അതുകൊണ്ട് ഇവരെല്ലാം എന്തെങ്കിലും കശവിശ ഉണ്ടാക്കും. ആ കശവിശയാണ് വാർത്തയായിട്ട് വരുന്നത്. മാധ്യമങ്ങളിൽ വാർത്ത വരുന്നവരുടെ ഇതേതാണ്ട് ഭൂമി കുലുക്കി സംഭവമാണ് എന്ന് ആളുകൾക്ക് തോന്നും. അതൊക്കെ ഇന്നത്തെ ഒരു പ്രകൃതമായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ ജലീൽ അവരെ വിമർശിക്കുന്നത്, മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത്, മുസ്ലിം ലീഗ് സമ്പൂർണ്ണമായും മുസ്ലിം എന്ന് പറയുന്ന എല്ലാ കാര്യത്തിനോടും പൊരുത്തപ്പെട്ട് അതിൻ്റെ പഴയ രീതിയിലുണ്ടായിരുന്ന ജനാധിപത്യ രീതികളോ അല്ലെങ്കിൽ അത് നേരത്തെ പൊതുസമൂഹത്തോട് സംവദിച്ചിരുന്ന രീതികളോ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കാനും പെരുമാറാനും തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന് നമുക്കറിയാം. കാരണം വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ മുനമ്പും വിഷയം, വഖഫ് ബില്ല് വേറെ, മുനമ്പും ഭൂമിയുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പലരും ഇപ്പം മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരായാലും പ്രത്യേകിച്ച് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ സേട്ടും അവരുടെ മക്കളും പിന്മുറക്കാരും ഒക്കെ എടുക്കുന്നൊരു നിലപാട് എന്ന് പറയുന്നത് മുനമ്പം ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയല്ല എന്നുള്ളതാണ്. ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് എടുത്ത നിലപാടെന്ന് പറയുന്നത് അത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാടല്ല എടുത്ത്, പകരം കേരളത്തിൽ തന്നെ മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ എടുക്കുന്ന നിലപാടിനനുസരിച്ച് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് അതിനൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് അവർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ അങ്ങനത്തെ ഒരു സമീപനം മുസ്ലിം ലീഗ് എടുക്കുമായിരുന്നില്ല. കുറച്ചും കൂടി ലിബറലായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു വീക്ഷണം അവർക്ക് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ രണ്ടും സമ്പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ മുസ്ലിങ്ങളുടെ മുഴുവനും വോട്ട് മുസ്ലിം ലീഗിന് കിട്ടണം, അതിനെന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവരിപ്പോൾ ഈ ബ്രദർഹുഡ് നേതാക്കളുടെ പടം വെച്ചിട്ട് നടത്തിയ ഈ പ്രകടനത്തിൽ മുസ്ലിം ലീഗ് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ ശ്രദ്ധ ക്ഷണിക്കാനും അവരെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കാനും വേണ്ടിയിട്ടാണ് KT ജലീൽ എന്ന് പറയുന്ന CPM സഹകാരിയെന്നോ CPM കാരനെന്നോ വിശേഷിപ്പിക്കാം, അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജലീൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വിദേശ രാജ്യങ്ങളിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആ രാഷ്ട്രങ്ങൾ അനുവദിക്കാത്തതായ ആളുകളുടെ പടം വെച്ച് പ്രകടനം നടത്തുന്നത്, കേരളത്തിൽ അങ്ങനെ പ്രകടനം നടത്തുന്നത് മുസ്ലിം തീവ്രവാദത്തെ സഹായിക്കാനായിട്ടുള്ള പ്രവൃത്തിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതിനൊപ്പം നിൽക്കുകയാണോ മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ ചോദ്യമാണ്
ജലീൽ മുന്നോട്ട് വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ലീഗിനെ കുത്തിയുള്ള ഒരു പറച്ചിലാണ്. ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു തീവ്രമായ ഈ വർഗീയതയെ ഇതിനെ പാഠം പഠിപ്പിച്ച് നിലയ്ക്ക് നിർത്തണം, ഇത് ഇന്ത്യയാണ്, സൗദിയോ UAE അല്ല എന്ന് ലീഗിനോടാണ് പറയാതെ ജലീൽ പറയുന്നത്. പറയാതെ പറയുന്നതല്ല, കൃത്യമായി ലീഗിനോട് പറയുക തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് ഈ ലീഗിന് മുന്നറിയിപ്പ് നൽകുന്നതിലുള്ള ഉദ്ദേശം? അല്ല, ലീഗിൽ എനിക്കൊന്ന് ലിബറൽ മുസ്ലിങ്ങൾ വളരെ കൂടുതലുള്ള ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. പല ഘട്ടത്തിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുമാണ്. പല വിഷയങ്ങളിൽ അവരെടുക്കുന്ന നിലപാട് സുദീർഘമായിട്ടുള്ള നിലപാട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അതിൽ ചെറിയ ഒരു വേരിയേഷനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റുക എന്ന് പറയുന്ന ഒരു സന്ദേശം അവരിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ CPM യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ലിബറൽ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് തീവ്രവാദ രാഷ്ട്രീയത്തിനകത്ത്, പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള CPMൻ്റെ നിലപാട് വളരെ കർക്കശമാണ്. അവർ പങ്കെടുക്കുന്ന ഒരു പരിപാടികളിലും ആര് പങ്കെടുക്കുന്നില്ല, CPMൻ്റെ ആളുകൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ CPMും തമ്മിൽ ഇപ്പോൾ മുഖാമുഖം നിൽക്കുന്ന പോരാട്ടമാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സമരത്തിൽ വന്നിരിക്കുന്ന ബ്രദർഹുഡ് നേതാക്കളുടെ പടങ്ങളെയുമൊക്കെ ജലീൽ എടുത്തുപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു രാഷ്ട്രീയമാണ് ശരിക്കും. CPMൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ കണക്കാക്കുക. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് CPM പഴികേട്ടത് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ എന്നാണ് അതിനെ മണത്ത് നടക്കുന്ന സംഘടനയായിട്ട് ആക്ഷേപിക്കപ്പെട്ടു. അതൊക്കെ അവരുടെ രാഷ്ട്രീയ സ്വരൂപത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാക്കുകയും അവർ അതിൽ നിന്ന് വിടുതൽ നേടാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം തീവ്ര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കക്ഷികൾക്കെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് വേണം നമുക്ക് ജലീലിൻ്റെ ഈ പ്രസ്താവനയെ കണക്കാക്കാൻ. ജലീലിൻ്റെ ഈ ഒരു നീക്കത്തെ എങ്ങനെയാണ് കാണേണ്ടത്? പ്രത്യേകിച്ച് CPM ഒക്കെ വഖഫ് ബില്ലിനെതിരെയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇരു സഭകളും പാസ്സാക്കിയ ബില്ലിനെതിരെ ഇത്തരത്തിലല്ല നിങ്ങൾ പ്രതിഷേധം നടത്തേണ്ടതെന്ന് പറയുമ്പോൾ ജലീലിൻ്റെ നിലപാടാണോ CPMന്? അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടെന്ന് പറയുന്ന വഖഫ് ബില്ലിൽ ഉള്ള ചില കാര്യങ്ങളോടുള്ള പ്രതിഷേധം. വഖഫ് ബില്ലിനെ സമ്പൂർണ്ണമായിട്ട് CPM എതിർക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ പാർലമെൻറ്റിൽ ഒരു നിലപാടെടുക്കുമ്പോൾ വഖഫ് ബില്ലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ച് അതിനെ എതിർക്കുന്ന ഒരു സമീപനം തന്നെയാണ് CPM എടുത്തിരിക്കുന്നത്. അപ്പോൾ CPM അങ്ങനത്തെ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് പൊതുവെ ഈ മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്ക് എതിരെ അവരുടെ ഒപ്പം എന്തായാലും വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് ഇവർക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. വഖഫ് ബില്ലിനെ അനുകൂലിക്കുന്നത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് CPM പറയുന്നത്. ഇപ്പോൾ CPM പറയുന്ന കാരണമല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ മറ്റുള്ളവരും ആ വിഷയത്തിലെടുക്കുന്നത്. CPM പറയുന്നതെന്ന് വെച്ചാൽ അത് BJP ഈ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ മതസംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിവേചനം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് ഇതിനെ ഒരു ഉപാധിയാക്കി മാറ്റി എന്ന കാഴ്ചപ്പാടിലാണ് അവരതിനെ അനുകൂലിക്കുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകളും അങ്ങനെയല്ല അതിനെ കണക്കാക്കുന്നത്. ഈ രണ്ട് കാഴ്ചപ്പാടിൻ്റെ ഒരു വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ ജലീലിൻ്റെ ഈ സംഭാഷണത്തിനകത്തുണ്ട്. ജലീൽ സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമിക്കും അവരോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള സോളിഡാരിറ്റി, SIO ഇങ്ങനെയുള്ള സംഘടനകളുടെ നിലപാടുകളെന്ന് പറയുന്നത് ശരിയല്ല എന്നും അവരെ സഹായിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപകടകരമാണ്, ഡേഞ്ചറസ് ആണ് എന്ന് പറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശത്രയേ ഉള്ളൂ, മുസ്ലിം ലീഗിലെ ലിബറൽ മനസ്സുകൾ, ലിബറൽ മൈൻഡുള്ള ആളുകളെ CPMന് അനുകൂലമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്.